ഗൾഫ് എന്നാൽ മലയാളിക്ക് പണം പൂക്കുന്ന മരമാണ്. പക്ഷേ ഒരു ജീവിതകാലം മുഴുവൻ ഹോമിക്കുമ്പോഴും അവൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ പലപ്പോഴും നാം കാണാതെ പോകുന്നു. ഗൾഫിൽ ജീവിച്ച് ആ കഷ്ടപ്പാടുകൾ കണ്ടറിഞ്ഞ വ്യക്തിയാണ് ആഷ അയ്യർ. തൻ്റെ ആദ്യ നോവലായ സാൻഡ്സ്റ്റോംസ് സമ്മർ റെയിൻസിലൂടെ ആഷ അയ്യർ പറയുന്നതും അതുതന്നെയാണ്. നോവലിനെക്കുറിച്ചും നോവൽ എഴുതാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും നമ്മളോട് സംസാരിക്കാൻ ഇപ്പോൾ ആഷ അയ്യർ ഉണ്ട്. ആഷ അയ്യർ, പുലർവേളയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം നോവലിനെ കുറിച്ച് തന്നെ തുടങ്ങാം. എന്താണ് ഈ നോവലിലൂടെ, ഇതൊരു ഇംഗ്ലീഷ് നോവലാണ്, ഈ നോവലിലൂടെ വായനക്കാരോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ നോവൽ എഴുതാൻ ഉണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കല്യാണം കഴിച്ച് ഇവിടെ നിന്ന് 11 വർഷം മുൻപ് പോയപ്പോൾ ഗൾഫുകാരെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. നമ്മൾ അറിയുന്ന ഗൾഫുകാരെന്ന് പറഞ്ഞാൽ ഒരുപാട് കാശുണ്ടാക്കുന്നു, അവിടെ പോകുന്നു, സുഖമായ ജീവിതം അവർക്കുണ്ട് എന്നുള്ളൊരു ഇതിലാണ് പോയത്. അവിടെ ഇത്രയും വർഷം ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെയുള്ള യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഞാൻ അറിയുന്നതും അവിടെ പോകുന്ന പലവരുടെയും ജീവിതം ഏത് വിധത്തിലാണ്, അവരെന്തെല്ലാം സഹിക്കുന്നു, എന്തെല്ലാം ദുഃഖങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് കാണാൻ കഴിഞ്ഞതും. അത് കണ്ടപ്പോൾ അതേക്കുറിച്ച് എഴുതണമെന്ന് തോന്നി. അതൊരു കഥയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. എന്താണ് ഈ നോവലിൻ്റെ ഒരു ഔട്ട്ലൈൻ പറയാമോ? നോവലിൻ്റെ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ, രണ്ടുപേർ ഗൾഫിൽ പോകുന്നു. ഒരാൾ ജീവിത സാഹചര്യത്തിനാൽ പോകുന്നു, വീട്ടിൽ കഷ്ടപ്പാട് കാരണം പോകാൻ ഇഷ്ടമില്ലെങ്കിൽ പോലും, കുടുംബത്തെ വിട്ടു പോകാൻ ഇഷ്ടമില്ലെങ്കിൽ പോലും പോകുന്നു. മറ്റൊരാൾ മനഃപൂർവ്വം പോകുന്നു, കാരണം ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി അവിടെ പോയാൽ മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിചാരം കൊണ്ടും അവിടെ പോകുന്നു. രണ്ടുപേരും പോകുന്നത് പൈസയ്ക്കാണ്, പക്ഷെ ഒരാൾ പോകുന്നത് തന്നിഷ്ടം കൊണ്ടും മറ്റൊരാൾ സാഹചര്യം കൊണ്ടും പോകുന്നു. അവിടെ പോയി കഴിഞ്ഞിട്ടാണ് ഇവരുടെ ഫാമിലീസിൽ, ഇവരുടെ കുടുംബങ്ങൾ ഏത് തരത്തിൽ അത് കാരണം ബുദ്ധിമുട്ടുന്നു, എന്തെല്ലാം വിഷമങ്ങൾ ഉണ്ടാകുന്നു. ആ വിഷമങ്ങൾ കാരണം ഒരാൾ തിരിച്ചു വരുമ്പോൾ തിരിച്ചു വന്നതിൽ സന്തോഷമാണ്. കാരണം കുടുംബത്തിന് തൻ്റെ ആവശ്യമുണ്ടെന്ന് അയാൾ മനസ്സിലാക്കി, പണത്തേക്കാൾ വലുത് ബന്ധങ്ങളാണെന്ന് മനസ്സിലാക്കി ഇവിടെ സെറ്റിലാവുന്നു. മറ്റൊരാൾ പണമാണ് വലുതെന്ന് വിചാരിച്ച് അവിടെ തന്നെ നിൽക്കുന്നു. പക്ഷെ ഒടുവിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ കുടുംബം, മകൻ മരിക്കുന്നു, മകൻ കൊല്ലപ്പെടുന്നു, മകൾ ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ഒളിച്ചോടി പോകുന്നു. ഭാര്യയാണെങ്കിൽ ഒരു ഭാര്യ ഭർത്ത ബന്ധമെന്ന് പറയാൻ പോലും ഒന്നുമില്ല, അത്രയും മാത്രം ഫീബിളായിട്ടൊരു റിലേഷൻഷിപ്പ് അവർ തമ്മിലായി പോകുന്നു. അന്ന് തിരിച്ചു വരുന്ന കാലത്ത് അയാൾ ഓർക്കുന്നത്, ഞാൻ ജീവിതത്തിൽ എന്ത് നേടി, കുറേ പൈസ ഉണ്ടാക്കി, എല്ലാം ചെയ്തു, പക്ഷേ അവസാനം എനിക്ക് എന്തുണ്ട് എന്ന് അയാൾ സ്വയം ചോദിക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഒരു മലയാളിയായിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു നോവൽ ഇംഗ്ലീഷിൽ എഴുതാൻ കാരണം? ഇംഗ്ലീഷിലാണ് ആദ്യം മുതൽ എഴുതിയത്, ഇംഗ്ലീഷിലായിരുന്നു. ഇപ്പോഴും ഇംഗ്ലീഷിലാണ് എൻ്റെ സ്ട്രെങ്ത്ത് എന്ന് പറയാനൊക്കെ ഉള്ളൂ. എനിക്ക് മലയാളം വായിക്കുമെന്നുണ്ടെങ്കിലും എഴുത്തിൽ വരുമ്പോൾ ഇംഗ്ലീഷാണ് എൻ്റെ സ്ട്രോങ് പോയിന്റ്. ഏറെക്കാലം ജേർണലിസം പഠിച്ച് കുറേ കാലം ഫ്രീലാൻസ് ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പം ജേർണലിസമാണോ ഈ സാഹിത്യമാണോ കൂടുതൽ താല്പര്യം തോന്നിയത്? തീർച്ചയായിട്ടും സാഹിത്യം തന്നെയാണ്. സാഹിത്യത്തിലോട്ട് വന്നത് യാദൃച്ഛികമായിട്ടാണെന്ന് പറയാം. കാരണം ഞാൻ ലിറ്റററി ഫീൽഡിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ലിറ്ററേച്ചറിനുള്ള ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ, അത് വളരെ സെൻറ്റിമെൻ്റലാണ്. മറ്റേ ജേർണലിസം എന്ന് പറയുന്നത് സെൻറ്റിമെൻ്റൽ ആൻഡ് ഇമോഷണൽ അല്ല. നമ്മൾ കാണുന്ന കാര്യം നമ്മൾ അതേപടി അങ്ങ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ റെസ്പോൺസ്, നമ്മൾ ചുറ്റും കാണുന്നതിനോടുള്ള റെസ്പോൺസ് നമുക്ക് പലപ്പോഴും അറിയിക്കാൻ പറ്റാറില്ല ജേർണലിസത്തിൽ. പക്ഷെ ലിറ്ററേച്ചറിൽ അങ്ങനെയല്ല. നമ്മൾ എന്ത് അനുഭവിക്കുന്നു, എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, അതിനോടെല്ലാം നമ്മുടെ പ്രതികരണം എന്താണെന്നുള്ളത് അറിയിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ ലിറ്ററേച്ചറെ കണക്കാക്കുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ സാഹിത്യത്തിലാണ് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്നത്. മലയാളത്തിൽ നോക്കിയാൽ മിക്ക പത്രപ്രവർത്തകർ, പക്ഷേ കഥാകൃത്തോ നോവലിസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ താല്പര്യങ്ങളുണ്ട്. അപ്പം ഈ ജേർണലിസം പഠിച്ചതിൻ്റെ, അല്ലെങ്കിൽ ജേർണലിസത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വർക്ക് ചെയ്തതിൻ്റെ എത്രത്തോളം പ്രചോദനമായിട്ടുണ്ട് ഈ സാഹിത്യ രചനയ്ക്ക്? പ്രചോദനം എന്ന് വെച്ചാൽ, ആദ്യമായി പറയേണ്ടത് ഞാൻ ജേർണലിസത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം ഞാൻ സാഹിത്യത്തിലോട്ട് വന്നത് തന്നെ. അല്ലെങ്കിൽ ജേർണലിസം ആയാലും ശരി, അല്ലെങ്കിൽ ഇപ്പോൾ പ്രിൻ്റ് മീഡിയ, ബേസിക്കലി പ്രസ്സിലാണെങ്കിൽ വേർഡ്സ് ആണ്, അതായത് വാക്കുകളുമായിട്ടാണ് നമ്മുടെ ഇത്.
അപ്പോൾ ഈ വാക്കുകളുമായിട്ട് എനിക്കൊരു സൗഹൃദം ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ഞാൻ ജേർണലിസ്റ്റിൽ വന്നതുകൊണ്ടായിരിക്കാം. അത് ഞാൻ അതിനോട് ജേർണലിസ്റ്റിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എന്നിലെ ആ ഒരു എഴുത്തുകാരി അല്ലെങ്കിൽ എന്നിലെ ആ ഒരു ക്രിയേറ്റീവ് പേഴ്സണെ പുറത്തു കൊണ്ടുവന്നതിന്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ജേർണലിസത്തിനോട് ഒരു വലിയ താല്പര്യം തോന്നിയില്ല. കാരണം അത് പെട്ടെന്ന് ഞാൻ എഴുതി തുടങ്ങി. സാഹിത്യം പോലുള്ള കാര്യങ്ങൾ ഞാൻ കഥകളും എല്ലാം എഴുതി തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി കഥകളിലൂടെ ഞാൻ എന്നെ തന്നെ ഒന്നുകൂടെ നല്ലോണം എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടെന്ന് തോന്നി. ഞാൻ കാണുന്ന കാര്യങ്ങളോടെല്ലാം ഞാൻ ഒരു വിധത്തിൽ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് തോന്നിയപ്പോൾ അതിനെല്ലാം സാഹിത്യമാണ് ബെറ്റർ എന്ന് തോന്നി. പക്ഷേ അതിനെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ ജേർണലിസം പഠിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്.